ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെല്ലാം ഇങ്ങനെ സുഖിച്ച് നിൽക്കുമ്പോണ്ടല്ലോ ആടെ ഒരു ഇസ്രായേലും അമേരിക്കയും പേടിച്ച് തൂറി നിൽക്കുന്നു. യുദ്ധം നിർത്തി എന്നിട്ട് ഇവർക്ക് ഇപ്പൊ ഇറാനെ പേടിയാണ്. ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് നോക്കി നിൽക്കുന്നു. നമ്മളെ ചങ്ങായി പറഞ്ഞ് നിൽക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ മറ്റോ പേടിക്കൂലേ, ചങ്ങായി പേടിക്കൂലേ? അതുപോലെ ഇറാനിപ്പോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് പേടിയാണ്. ഇറാനൊന്ന് അമേരിക്കനും ഇസ്രായേലിനും നോക്കി ഇവർ രണ്ടാളും പറയോ ഇറാൻ നമ്മളെ നോക്കി പഠിപ്പിച്ചു. ഇറാൻ അങ്ങോട്ട് നടന്നാൽ പറയുന്നത് ഓൻ അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഓൻ നമ്മളെന്തോ ചെയ്യേണ്ട പരിപാടിയാണ്. ഓനൊരാളോട് സംസാരിച്ചാൽ പറയാതെ ഓനും മറ്റോനായിട്ട് എന്തോ ഗൂഢാലോചനയാണ്. ഇത് നമ്മളെ അമേരിക്കൻ ഇസ്രായേലിനെ ആക്രമിക്കണം എന്തോ ഒരു ഗൂഢാലോചനയെന്ന് പറയും. അങ്ങനെ പേടിച്ച് തൂറി നടക്കുന്നു. അതും വെറുതെ ഇരുന്ന ഇറാൻ അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചിട്ട് അവിടെ നല്ലോണം ഇങ്ങോട്ട് കിട്ടിട്ട് ഇതുപോലെ രോദനം നടത്തുന്ന ഒരു ടീമിന് ലോകത്ത് കാണൂല. പൊക്കളെ അടിക്കാനാണെങ്കിൽ നമ്മൾ ഈ ട്രംപും നെതന്യാഹുവും പറയും നമ്മളാണ് ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളെന്ന്. പക്ഷെ ഈ ശക്തരായ രാജ്യങ്ങൾ എപ്പോഴും ഉണ്ടല്ല ടൗസറിൽ മുദ്രയിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പുറത്തുള്ളവൻ എന്ത് ചെയ്യുമ്പോൾ ഇവർ ഈ മുദ്രയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ട്രംപും നെതന്യാഹുവും ഉണ്ടല്ല അപ്പുറത്തെ വീട്ടിലെ കുളിസീൻ എത്തി നോക്കും പോലെ ഇങ്ങനെ ഇറാന്റെ ഭാഗത്തേക്ക് എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എന്താണ് ഇറാൻ ചെയ്യുന്നത് നമുക്ക് അതിന്റെ വാർത്തയിലേക്ക് കിടക്കാൻ. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ലോകത്തിന് ആശങ്കയായി തുടരുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം. ഇറാനുമായി സംസാരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ആക്രമണവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ലെന്ന് ഇറാനും നിലപാടെടുത്തിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യം. ഈ ട്രംപ് ഇറാനോട് സംസാരിച്ചില്ലെങ്കിൽ ഇറാനിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇറാൻ കാര്യം അയ്യോ എന്റെ ട്രംപാട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല എന്നിട്ട് ഇറാൻ അവിടെ കരയില്ല ചെയ്യാം. എന്റെ ട്രംപ നീ ദയവ് ചെയ്തിട്ട് ഒരു രാജ്യത്തോടും പോയി സംസാരിക്കില്ലേ. നീ ഏതെല്ലാം രാജ്യത്തോട് പോയി സംസാരിച്ചിട്ടുണ്ടോ ആ രാജ്യമെല്ലാം അവന്റെ അയൽവാസിയായിട്ട് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. നീ എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കും. എന്തിനീ നിന്റെ ആയുധ കച്ചവടം നടത്താൻ വേണ്ടിട്ട് എന്നിട്ട് എല്ലായിടക്കും യുദ്ധം ഉണ്ടാക്കുന്നത് നീയാണ് ട്രംപ. എനക്ക് ട്രംപിനോട് പറയാനുള്ളത് നമ്മളെ മായാനദിയിൽ നടി നമ്മുടെ ടൊവിനോ തോമസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒന്ന് പോയി തരുമോ എന്റെ ട്രംപാ, അതാണക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന് പോയി തരുമോ നീ. ഇനി നമുക്ക് ഇസ്രായേലിന്റെയും അമേരിക്കേന്റെയും കുളിമുറിയിലേക്കുള്ള എത്തി നോക്കാല. നമ്മൾ ഇറാനിലേക്കുള്ള എത്തി നോക്കിയിട്ട് ഇവരെന്താ കണ്ടുപിടിച്ചെന്ന് കൂടി കേട്ടോക്കപ്പാ. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്ത്. പുതുതായി നിർമ്മിക്കപ്പെട്ട റോഡിൽ ലോറിയും ബുൾഡോസറും ക്രെയിനും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാം. അനുപമ അതായത് ലോറിയും ബുൾഡോസറും ക്രെയിനും ഒന്നും വെച്ചിട്ട് ഒരു നിർമ്മാണം ഇറാനിലേക്ക് നടത്താൻ പാടില്ല. അവിടെ ഒരു ബിൽഡിംഗ് നടത്തണമെങ്കിൽ തന്നെ ഈ സാധനം വേണ്ടേ? അപ്പൊ അതൊന്നും നടത്തണ്ട. ഇതല്ല ഈ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഈ അമേരിക്കയിലെ ഇസ്രായേലിന്റെ നിലപാട്. ഈ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാരോപിച്ചാണ് ഇസ്രായേൽ ആദ്യം ആക്രമണം തുടങ്ങുന്നത്. പിന്നാലെ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ഫോർദോ അടക്കം ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അതിനെയെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദവും. എന്നാൽ ഒന്നും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ പൊക്കള നിങ്ങൾ മാത്രം വിശ്വസിച്ചോ മാധ്യമങ്ങളെ കേട്ടാ. ലോകത്ത് ഇവരപ്പോഴത്തെ പേടിച്ച് തൂറികളെ ആരെങ്കിലും കാണുമോ? ഏതൊരു രാജ്യത്തിന്റെ ഉപഗ്രഹ ചിത്രം എടുത്തെങ്കിൽ അവിടെ ഇപ്പൊ ക്രെയിനായാലും ലോറിയായാലും എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അതല്ല ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ് ഇവര് ധരിച്ചു കഴിഞ്ഞാലും. അല്ലേ ഈ ആറ്റം ബോംബ് ഇവർ ഉണ്ടാക്കലെന്താ? ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് വെച്ചടക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. എണ്ണം വരെ പുറത്തു കൊടുത്തില്ല. ഇവർക്ക് എല്ലാ സാമാനവും ഉണ്ടാക്കാം. ഇവർക്ക് മറ്റുള്ള രാജ്യങ്ങളെ പറ്റി ഇവരെ സഹായത്തോടുകൂടി നിർമ്മിക്കാം. ഇത് മറ്റുള്ള രാജ്യങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ പാടില്ല. ഇവരെ സഹായം ഉണ്ടെങ്കിലേ നിർമ്മിക്കാൻ പാടില്ല. എന്നിട്ട് അതെല്ലാം മറ്റുള്ള രാജ്യത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. പക്ഷെ വേറൊരു രാജ്യം സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാക്കും ഇവർക്ക് പേടെ ഇവർക്ക് നേരെ പ്രയോഗിക്കാനാണ് മറ്റൊരേ കരച്ചില്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ ഇസ്രായേലും അമേരിക്കയും ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് നിങ്ങൾ ആസനത്തിൽ തന്നെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാ, വേറെ എവിടെയും പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഭയങ്കര സംഭവട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന ഈ വെടിനിർത്തല് അതിൽ ഈ അമേരിക്ക ഇസ്രായേൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവർക്ക് തരം കിട്ടിക്കഴിഞ്ഞാല് പൊട്ടിക്കും. ഒന്നും ആരോടും പറയാണ്ട് ഈ ബേക്കുന്ന് കുത്തി ശീലമുള്ള ടീമാണ് ഇവർ രണ്ടാളും. അതുകൊണ്ട് ഇറാൻ എന്തായാലും അത് ശ്രദ്ധിച്ചിട്ടേ നിൽക്കും. അല്ലാണ്ട് അവര് കടന്നുറങ്ങൊന്നുമില്ല. ഇത് നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങളെ നമ്പാൻ പാടില്ലാന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് ഇറാന്. അവിടെ നിങ്ങളെ നമ്പൂല. അപ്പൊ അവർ അതിന് കരുത്തരും നിൽക്കും. നിങ്ങൾ എപ്പോഴാണ് പൊട്ടിക്കാൻ നോക്കുന്നത്? ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൊട്ടിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇറാൻ പൊട്ടിച്ചിരിക്കും നിങ്ങളെ തലയിൽ. അതുകൊണ്ട് നോക്കിയും കണ്ടല്ലോ നിൽക്കുക. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അതുകൊണ്ട് ഇറാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി മുട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് ഓർമ്മയുണ്ടല്ല, ഒന്നും ചെയ്യില്ല വെച്ചിട്ട് നിങ്ങൾ ബേക്കിലൂട്ട കുത്തിയപ്പം അങ്ങ് ഖത്തറിൽ വന്ന് പൊട്ടിച്ചപ്പോ നമ്മുടെ ട്രംപിന്റെ ടൗസർ വരെ കീറി. ടൗസറിന്ന് മൂത്രയിച്ചോണ്ട് അതുവരെ വീമ്പളക്കിയ ട്രംപ് ഓടിപ്പോയിട്ട് കാല് പിടിച്ച് നിർത്തപ്പോന്ന് മറ്റേ കരഞ്ഞ ട്രംപനാണ്. അതുകൊണ്ട് എന്റെ ട്രംപ എനക്ക് നിന്നോട് ഒന്നും കൂടി ആ സിനിമയിലെ ഡയലോഗ് പറയാണ്ട് ഒന്ന് പോയി തരുമോ എന്റെ ട്രംപാ. ഇത്രയേ ഉള്ളൂ ഇന്നനി. അപ്പൊ പേടിച്ച് തൂറികളായ ഇസ്രായേലിനും അമേരിക്കക്കും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.